ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം. അപ്പോൾ പ്രതാപ് സാർ ഒപ്പിടാത്തതിൻ്റെ വിഷമത്തിൽ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഗൗതം റോഡിലൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആകെ വിഷമത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അച്ഛൻ്റെ തണലിലായിരുന്നെങ്കിൽ ഗൗതം ഇത്ര വലിയ ബിസിനസ്മാൻ ആവായിരുന്നില്ല. ഇത് ഞാൻ അറിഞ്ഞില്ല, ഗൗതം സീറോ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വന്നേനില്ല എന്നൊക്കെ പറയണേ, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയില്ല. ഗൗതം കെഞ്ചന പോലെ പറഞ്ഞു കേട്ടോ, പക്ഷേ അദ്ദേഹം ചെയ്തു കൊടുത്തില്ല. അങ്ങനെ അപ്പോൾ അതൊക്കെ ആലോചിച്ച് നടക്കണം കേട്ടോ നമ്മുടെ ഗൗതം. എന്തപ്പോൾ ജീവിതമൊക്കെ ഇങ്ങനെയായി പോയത്? അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് എന്താ ഒരടയാളവും ഇല്ലേ? നിധിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലൊക്കെ ഇരിക്കണേ. ഇനിയിപ്പോൾ പോയ കാര്യം എന്തായെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഗൗതം അങ്ങനെ പോണ സമയത്ത് നമ്മുടെ പാറു ആണെങ്കിൽ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. പാറു ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ എൻ്റെ ഭഗവാൻ എൻ്റെ മുമ്പിൽ കാണിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെയാണ് പോണത് കേട്ടോ. വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാറു. ഡ്രൈവറോട് പറയുന്നത് ആ സൈഡ് നോക്ക്, ഈ സൈഡ് ഇതിൽ കൂടെ പോകും, അങ്ങനെയൊക്കെ ഓരോ വഴികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, എന്താ മേഡം ചെറിയ കുട്ടികളെ കാണാതായ പോലെയാണല്ലോ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കണേ? അതെന്താ അങ്ങനെ? അവൻ്റെ മോനല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കണത്. അവൻ വീട് വിട്ട് പോയിച്ചിട്ട് എനിക്ക് അങ്ങനെ വിടാൻ പറ്റുമോ എന്നൊക്കെ സംസാരിച്ചിട്ട് പാറു ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗൗതം ആണെങ്കിലോ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വിഷമത്തിലാണല്ലോ ഭയങ്കരമായിട്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് അല്ല, നമ്മുടെ ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. പെട്ടെന്ന് അത് റോട്ടിൽ വീണു കേട്ടോ ഗൗതമിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഗൗതം അത് അവിടെ നിന്ന് ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറു ആണെങ്കിൽ ഇങ്ങനെ തിരഞ്ഞ് പോവാണല്ലോ. ജസ്റ്റ് പാറു കണ്ടു കേട്ടോ. കണ്ടപ്പോൾ വേഗം ഡ്രൈവറോട് വണ്ടി നിർത്തുമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഓടി വരുന്നുണ്ട്. അതിന് ഗൗതം എന്ന് വിളിച്ചിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ഗൗതത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ മോനെ കിട്ടിയില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പാറു ചോദിക്കുന്നുണ്ട്, ഗൗതം നിനക്ക് സുഖമാണോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഖമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൗതം. എന്നിട്ട് ചോദിക്കുന്നുണ്ട് പാറുവിൻ്റെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ പാറു പറഞ്ഞു, നീ ഇല്ലാണ്ട് എങ്ങനെയാണോ എനിക്ക് സുഖം ഉണ്ടാവണേ? ഞാൻ സുഖമാണെന്ന് വെറുതെ പറഞ്ഞതമ്മേ. പാറുവിനാണെങ്കിൽ സങ്കടം കൊണ്ട് കാണുകയാണല്ലോ. എന്നിട്ട് ചോദിക്കുന്നത്, എങ്ങനെയാടാ ഈ പാറുവിന് വിട്ട് നിനക്ക് പോരാൻ തോന്നിയത്? എനിക്ക് എത്രമാത്രം വേദന ഉണ്ടാവും നിനക്ക് അറിയണതല്ലേ? അതൊക്കെ അറിയാൻ പാറു, എന്നാലും ഇറങ്ങി പോകണം എന്നുള്ള വിധി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പാറുവിന്, വിധിയോ? നീ തന്നെ ഇറങ്ങി പോയിട്ട് വെറുതെ വിധിയുടെ മേലെ പഴി ചാരരുത്. നിനക്ക് കാറിലും ഒക്കെ പോകാനുള്ള കഴിവുണ്ട് നിനക്ക്. എന്നിട്ട് ഈ പൊരി വെയിലത്ത് എന്തിനാ മോനെ ഇങ്ങനെ നടന്നു പോകണത്? എന്തിനാടാ നിനക്ക് ഇങ്ങനെ ഒരു വാശി? അപ്പോഴായിട്ടോ പാറു താഴത്ത് കിടക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ കാണുന്നത്. അപ്പോൾ ചോദിക്കേണ്ടത് എന്താണ് മോനെയും ചോദിക്കേണ്ടത്. അപ്പോൾ പറയേണ്ടത് ബിസിനസ്സിൻ്റെ ലോൺ ആവശ്യമായത് ഡോക്യുമെൻറ്റ്സാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറു വേഗം അതൊക്കെ പറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കരഞ്ഞിട്ട് പാറു പറയുന്നുണ്ട്, നീ വിചാരിച്ചാൽ എത്ര പേർക്ക് ലോൺ കൊടുക്കാൻ കഴിയൂടാ? എന്നിട്ട് ഇപ്പം നീ ലോണിന് വേണ്ടി നടക്കണ ഗതിയോ? എന്താ ഒരു കഷ്ടകാലം. എന്നിട്ട് പറയുന്നത്, അവിടെ ഭയങ്കര വെയിലുണ്ട്, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കേണ്ടത്, ഏത് വീട്ടിലേക്ക്? നമ്മുടെ വീട്ടിലേക്ക്, അല്ലാണ്ട് എവിടേക്കാ എന്ന് ചോദിക്കേണ്ട കേട്ടോ പാറു. അപ്പോൾ ചോദിക്കുന്നത്, ഞാൻ തന്നെ പറഞ്ഞതല്ലേ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ പാറു, പിന്നെ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരിക? നല്ല അടി ഞാൻ വെച്ച് തരും എന്ന് പറയണ്ട കേട്ടോ പാറു. അന്നൊക്കെ ഒരു ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് കാര്യമാക്കണ്ട, വാ ഇത് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയേണ്ട, അല്ല പാറു, ഞാൻ ആ അന്നത്തെ ദേഷ്യത്തിൽ മാത്രമല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി എന്നെ കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ പാറുടെ മോനെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, എന്താ നിൻ്റെ വീടാണ്, നീ അവിടെ തന്നെ വേണം, വാ. അപ്പോൾ ഗൗതം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിടിവാശി പിടിക്കണ്ട. അപ്പോൾ എന്തിനാണ് മോനെ ഇങ്ങനെ പിടിവാശി പിടിക്കണേ? അപ്പോൾ ഗൗതം ആലോചിച്ച് നിൽക്കുമ്പോൾ സമ്മതിക്കണില്ല. അപ്പോൾ പാറു ചോദിക്കണ്ട, അപ്പോൾ നീ എന്നോട് കാണിച്ച സ്നേഹം മുഴുവൻ കള്ളായിരുന്നോ എന്ന് ചോദിക്കണ്ട. അപ്പോൾ ഗൗതം ചോദിക്കണ്ട, പാറുവിന് അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ എന്താണ് എൻ്റെ സ്നേഹത്തിന് നീ വില കൽപ്പിക്കാത്ത, വാ പോവാം എന്ന് പറയണ്ടിട്ട്. അപ്പോൾ ഗൗതം പറയണ്ട, അത് രണ്ടാണ് പാറു. എന്ന് വെച്ചാൽ നീയും ഞാനും വേറെ എന്നാണോ? അപ്പോൾ നീ എൻ്റെ കൂടെ വരില്ലേ ചോദിക്കുന്നുണ്ട്. ആ പാറുവിൻ്റെ കൂടെ വരാൻ എനിക്കിപ്പോൾ അർഹതയില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ സ്നേഹത്തോട് ഇത്ര കാലം വളർത്തിയതല്ലേടാ മോനെ, നീ എന്നെ അമ്മ എന്നല്ലേ വിളിക്കണേ, ഇതിലും മേലെ എന്ത് യോഗ്യത എനിക്ക് വേണ്ടത്? പറയടാ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക് പാറു. ഇത്ര സ്നേഹത്തോടു കൂടി പാറു എന്നെ വളർത്തിയിട്ടും ഞാൻ ഒരു പ്രാവശ്യം പോലും പാറുവിനെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ അമ്മയെ കണ്ടത് മുഴുവൻ വസുന്ധരാൻ്റീനായിരുന്നു. എന്നിട്ട് ആ വസുന്ധരാൻ്റി എൻ്റെ നേരെ എൻ്റെ എതിരാളിയെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെ ആ വീട്ടിലേക്ക് വരും? വസു എന്തെങ്കിലും തെറ്റിയത് നീ അവളെ വിടടാ, ഞാനില്ലേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ എൻ്റെ സ്നേഹമൊന്നും നിൻ്റെ കണ്ണിൽ കാണില്ല? അതൊക്കെ പോട്ടെ, നീ വന്നേ നമുക്ക് വീട്ടിൽ പോവാം എന്നും പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നത്, നോക്ക് പാറു, ഇപ്പം എന്നെ വിട്ടിട്ട് പോകാന്നുണ്ടെങ്കിൽ ഈ വേദന കുറേശ്ശെയായിട്ട് പാറുവിനെ ഇല്ലാണ്ടാകും. അതല്ല, ഇനിയിപ്പോൾ എന്നെ കൂട്ടി പോവുകയാണെങ്കിൽ ജീവിതം മുഴുവൻ പാറു അനുഭവിക്കേണ്ടി വരും. വീട്ടിലിരിക്കുന്നവർ ഓരോന്നും പറഞ്ഞ് കുത്തി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അതൊന്നും പാറുവിന് സഹിക്കില്ല. അപ്പോൾ പാറു വിഷമിച്ചിരിക്കുമെന്ന് മിണ്ടണില്ല കേട്ടോ. അപ്പോൾ ഗൗതം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം പാറു പൊക്കോളൂ. പാറു പറയേണ്ടില്ല, ഞാൻ പോവില്ല. ആശ്രമത്തിൽ നിന്ന് കൈക്കുഞ്ഞായിട്ട് നിന്നെ വാങ്ങുമ്പോൾ ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ്, ഈ ജീവിതം മുഴുവനും നിന്നെ ഞാൻ സംരക്ഷിക്കും എന്നുള്ളത്. ആ സത്യം എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൗതം സങ്കടത്തോട് പറയുന്നുണ്ട്, ആ ദൈവത്തെയൊന്നും എനിക്കറിയില്ല, എൻ്റെ ദൈവം എൻ്റെ പാറുവാണ്. എവിടെയോ കിടന്ന് എന്നെ വളർത്തി ഇത്ര വലുതാക്കിയില്ലേ പാറു, എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ പാറുവിനെ തലോടുണ്ട് കേട്ടോ.
എൻ്റെ മരണം വരയ്ക്കും എൻ്റെ പറ്റമ്മ പാറു തന്നെയാണ്. പാറുവിനോടുള്ള സ്നേഹം എനിക്കൊരിക്കലും കുറയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ വീട്ടിലേക്ക് വിളിക്കരുത്. പോയിട്ട് പ്രണവിൻ്റെയും അമ്മൻ്റെയും കൂടെ സുഖമായിട്ട് താമസിക്കേ. ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് ഗൗതം പോകാൻ തിരിയുമ്പോൾ പിന്നെയും പിടിച്ച് പാറു ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീട് വിട്ട് പോയ സമയം മുതൽ നിന്നെ തേടണതാടാ. ഇപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് എങ്ങനെയും ഞാൻ നിന്നെ വിട്ടിട്ട് പോവാ? ഞാൻ പോവില്ല. അതുപോലെ നീ എവിടെ താമസിക്കണേ? നിൻ്റെ വീട് എവിടെയാ? വാ, എനിക്കൊന്ന് കാണാം, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ഒരിക്കലും സമ്മതിക്കണില്ല. എനിക്ക് നിധിനെയും കാണണം, അവളെങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വന്നു, ഇനി ഇവിടെ പാറു അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും ഒക്കെ ഇനി പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പാറു ഇപ്പോൾ പോ. പിന്നെയും പാറു നിന്ന് പിടിവാശി പിടിക്കില്ല, ഞാൻ പോയില്ല, ഞാൻ നിൻ്റെ കൂടെ വരുള്ളൂ എന്നും പറഞ്ഞിട്ടാ. അവസാനം ഗൗതം നിർബന്ധിച്ച് പാറുവിനെ വിളിച്ചു കൊണ്ട് പോയിട്ടുണ്ട് കാറിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഗൗതം പറയാം, അമ്മ ശരിക്കും എന്നെ മകനായിട്ട് കരുതുന്നുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ ദയവായിട്ട് എൻ്റെ പിന്നാലെ വരരുത്. എന്നിട്ട് ബലമായിട്ട് കാറിൽ കൊണ്ട് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാറു അവിടെ നിന്ന് തിരിയുമ്പോൾ ഗൗതം എന്ത് ചെയ്തു, ഒരു സ്കൂട്ടർ വേണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ലിഫ്റ്റും ചോദിച്ചിട്ട് ഗൗതം അതിൽ കയറി രക്ഷപ്പെട്ടു. അവസാനം ഗതിയിലേണ്ട പാറു കാറിൽ കയറിപ്പോയി. ഈ സമയം അമല ആരോടോ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പണത്തിനൊന്നൊരു പഞ്ഞലിടപ്പോൾ നല്ലൊരു പാർട്ടി വന്നിട്ട് പെട്ടിട്ടുണ്ട്, ചോദിച്ച പണം അപ്പം കിട്ടും, എത്രയും പെട്ടെന്ന് അവളുടെ നിന്ന് വലിയൊരു എമൗണ്ടൊക്കെ മേടിച്ച് ലൈഫൊന്ന് സെറ്റാക്കണം. പക്ഷെ അവളുടെ വീട്ടിൽ നിധി ഗൗതം പറഞ്ഞിട്ട് 2 പേരുണ്ട്, അവരാണ് പ്രശ്നം. നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. പക്ഷെ അമലയിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു ഗേറ്റിൻ്റെ മുമ്പിലാണ് കേട്ടോ, അമലിൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ നിധിയും ഗൗതമും ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ നിധിയാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട്, ജോലിയും കഴിഞ്ഞ് വരികയാണ്, കയ്യിലൊരു കുഞ്ഞു കവറൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ അമ്പലം കണ്ടിട്ടില്ല, 2 പേരും പരസ്പരം കണ്ടിട്ടില്ല. അങ്ങനെ നിധി ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടന്നിട്ട് നോക്കുമ്പോഴേക്കും നിധിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞു കവർ വീണു. അപ്പോൾ നിധി അതിങ്ങനെ പറക്കിയെടുത്തു. അത് കഴിഞ്ഞ് നിധി കവറൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഗേറ്റ് അടച്ചിട്ട് അങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഗേറ്റ് അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും അമൽ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ നിധിയാണോ എന്നൊരു സംശയം അമലിന് തോന്നിയിട്ടുണ്ട്. പിന്നെ അമൽ അതാവും വഴിയില്ല എന്നുള്ള ലെവലിൽ അമലും തിരിച്ച് കയറിപ്പോയിട്ടുണ്ട്. കറക്റ്റ് ഓപ്പോസിറ്റ് വീട്ടിലാണ് ഇപ്പോൾ 2 പേരും താമസം. അങ്ങനെ നിധി കയറി വരുമ്പോൾ ഗൗതം അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, വിഷമിച്ചിരിക്കാം. നിധി കാണുമ്പോൾ സന്തോഷത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ ഒന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയൊരു വിഷമം? ഇല്ലില്ല, ഞാൻ കുഴപ്പമില്ല, ഹാപ്പിയാണ്. വെയിലത്ത് വന്നല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അല്ല, നീ സ്കൂളിൽ പോയിട്ട് എന്തായി, ഫോൺ കൂടി ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി അയ്യോ എന്ന് പറയുന്നുണ്ട്. അയ്യോ ഞാനത് മറന്നുപോയി, ഫോൺ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫോണില്ലല്ലോ അല്ലേ. എന്നിട്ട് ചോദിക്കുന്നത് എന്തായി കവറിൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ആലോചിച്ചിട്ടില്ല, ഇതിലൊരു സർപ്രൈസാണ്. ഗസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എന്നും പറഞ്ഞിട്ട് നിധി 2 ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞി സഞ്ചി 2 ഫോണാണ്, 2 സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിച്ചു കൊടുത്തിരിക്കുകയാണ് നിധി. അപ്പോൾ ഗൗതം പറയേണ്ട സംഗതിയൊക്കെ ഇഷ്ടമായി, പക്ഷേ ഇതിനുള്ള പൈസ എവിടുന്നാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് പണയം വെച്ചതിൽ കുറച്ചുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മേടിച്ചതാ എന്ന് പറയുന്നുണ്ട്. അയ്യോ പക്ഷേ ആ പൈസ എടുത്തെങ്കിൽ നമുക്ക് ഇനി എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്ന് എന്ത് ചെയ്യും? അപ്പോൾ നിധി പറയണ്ടേ, ഫോണ് ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഗൗതം പറയും, ഇതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരുന്നതാ, ഇപ്പോൾ നീയാണ് എനിക്കത് ചെയ്തു തരുന്നത്. ഈ ഒരു സമയത്ത് ഗൗതമിൻ്റെ കയ്യിൽ ഫോണില്ലെങ്കിൽ എന്താ ചെയ്യുക? ബിസിനസ്സിനെ തന്നെ ബാധിക്കില്ലേ അത്? അതുകൊണ്ട് ഞാൻ കുറഞ്ഞ വിലയ്ക്കായാലും ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ മേടിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. ഇതാണ് ഗൗതമിൻ്റെ ഫോൺ കൊടുക്കേണ്ടത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫോൺ വഴങ്ങി, ഇനി ആദ്യത്തെ കോള് എനിക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. അപ്പോൾ ചോദിക്കട്ടെ, അതിനെങ്ങനെ ഇതിൽ സിമ്മില്ലാണ്ട് എങ്ങനെ വിളിക്കും? അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടാണ് വന്നിരിക്കണേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 2 പേരും അപ്പുറത്തും തിരിഞ്ഞ് എന്നിട്ട് ഫോണൊക്കെ വിളിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, ഗൗതം നമ്മൾ ഇന്നലെ തെരുവിൽ നിന്നു, ഇന്നേക്ക് നമ്മൾ വീട്ടിൽ കയറി, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ബിസിനസ്സാണ്. ബിസിനസ്സും ജോലിയും എല്ലാം വേഗം നേടിയെടുക്കണം. എത്രയും പെട്ടെന്ന് ഗൗതമിൻ്റെ പേരിലൊരു കമ്പനി ആരംഭിച്ചിട്ട് അതിൻ്റെ ഓണറാവണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് മാനേജിങ് ഡയറക്ടർ എന്നൊരു ബോർഡും വെച്ച് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടി സെൽഫി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധി ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൗതത്തിനെ. അപ്പോൾ അവരുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.